എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ് നിംഹാൻസ് BSc കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപേക്ഷാ ഫീസ് ജനറൽ കാറ്റഗറിക്ക് 1000 രൂപയാണ് ഫീസ് വരുന്നത്. SC ST കാറ്റഗറിക്ക് 750 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് ഈ ഒരു nimhans.ac.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം അക്കാദമിക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നോട്ടിഫിക്കേഷൻസിൻ്റെ പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പ്രോസ്പെക്ടസ്, അഡ്മിഷൻ നോട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻ ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് ഫോർ ദ അക്കാദമിക് ഇയർ 2024-25 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ പേജിൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ്, അതുപോലെ നോട്ടിഫിക്കേഷൻ, അതുപോലെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് എന്നിവ നൽകിയിട്ടുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് സിലബസ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ +1 പഠിച്ചിട്ടുള്ള ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയാണ് ഇതിൻ്റെ സിലബസ്. സാധാരണഗതിയിൽ സിലബസ് വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിക്കുക. നിലവിൽ അതായത് പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ അത് ഉടൻ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ +1 +2 അതുപോലെ അതായത് ഈ ഒരു +1 +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ യൂട്യൂബിൽ നിന്നും ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് ഈ ഒരു നിംഹാൻസ് BSc നഴ്സിംഗ് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിലവിൽ ഇപ്പോൾ ആ ഒരു പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ 100 മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതായത് 100 മാർക്കിലാണ് 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓരോ തെറ്റുത്തരത്തിനും ഏകദേശം 0.25 മാർക്ക് കുറക്കും. അതായത് നെഗറ്റീവായിട്ട് പോകും. അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസിന് ആ ഒരു നെഗറ്റീവ് മാർക്ക് പോകുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 6-ാം തീയതിയും ഈ ഒരു BSc കോഴ്സുകളിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നത് ഈ ഒരു ജൂലൈ 21-നും അതുപോലെ തന്നെ ഈ ഒരു റിസൾട്ട് വരുന്നത് ജൂലൈ 27-നും അതിനുശേഷം പ്രൊഫഷണൽ സെലക്ഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു 27-ാം തീയതിയാണ്, ജൂലൈ തന്നെ. അതുപോലെ തന്നെ BSc ആൻഡ് CCNT കോഴ്സസിലേക്കുള്ള ആ ഒരു അഡ്മിഷൻ നടത്തുന്നത് ഈ ഒരു ഓഗസ്റ്റ് 1-ാം തീയതി വരെയാണ്. അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സ് പോലുള്ളവയിലേക്കുള്ള പ്രവേശനം നടത്തുന്നത് ഈ ഒരു ജൂലൈ അല്ല, ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. അതിനുശേഷം ഈ ഒരു അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, അതായത് അതിനുശേഷം ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കും മറ്റ് കോഴ്സിലേക്കുമുള്ള അഡ്മിഷൻ ഈ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കുന്ന ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെപ്റ്റംബർ 1-ാം തീയതിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള ഫീസ് എന്ന് പറയുന്നത് കുറഞ്ഞ ഫീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് ഏകദേശം അതായത് 53,000-ഓളം രൂപയാണ് നിങ്ങൾക്ക് ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു SC ST കാറ്റഗറി ആണെങ്കിൽ 38,000 രൂപയാണ് ഫീസായിട്ട് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 8 വീക്ക് പെർ ഇയർ, അതായത് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിൻ്റെ ആ ഒരു ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ കോഴ്സിൻ്റെ എലിജിബിലിറ്റിയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് പോയിട്ട് എഴുതേണ്ടതായിട്ട് വരും. ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിന് ഓൾ ഇന്ത്യ തലത്തിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതായത് ഏകദേശം 35 സീറ്റിലാണ്. കർണാടകയിലുള്ള സ്റ്റുഡൻസിന് 50 സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 35 സീറ്റിൽ നിങ്ങൾക്ക് അൺറിസർവ് ചെയ്ത സീറ്റ് 15, EWSന് 3, OBCക്ക് 10, SCക്ക് 5, STക്ക് 2 ഈ രീതിയിലാണ് ആ ഒരു സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ +2 ജയിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് എന്നിവയ്ക്ക് മിനിമം 45% ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അതുപോലെ +2 ജയിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ എലിജിബിലിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ സിലബസ് എന്താണെന്നുള്ളത് ഈ ഒരു വെബ്സൈറ്റിൽ, അതായത് ഈ ഒരു പ്രോസ്പെക്ടസിൽ നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് +1 പഠിച്ചതും അതുപോലെ +2 പഠിച്ചതുമായിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ ക്വസ്റ്റ്യൻസ്, അതായത് ഈ ഒരു നിംഹാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും മുൻവർഷത്തേത്. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾ പഠിക്കുക. സിലബസ് ഉടൻ തന്നെ ഈ ഒരു ചിലപ്പോൾ അടുത്ത ആഴ്ചയോടെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും, അതായത് സിലബസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു മുൻവർഷ സിലബസ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ കിട്ടും. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 35 സീറ്റാണ് BSc നഴ്സിംഗ് കോഴ്സിനുള്ളത്. അതുപോലെ തന്നെ മറ്റ് ന്യൂറോ സയൻസ് കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഏതൊക്കെ കോഴ്സ് ആണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഒരു അപേക്ഷ മാത്രമേ നൽകേണ്ടതുള്ളൂ. ഈ ഒരു അപേക്ഷയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളിലേക്കും അപേക്ഷിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് ആ ഒരു പേജിൽ കൊടുത്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ പേജിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്നിങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇത് ഫുൾ വായിച്ച ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച ശേഷം ആ ഒരു പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു
അപേക്ഷകൾ നിങ്ങൾക്ക് അതായത് ഈ ഒരു അപേക്ഷ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആദ്യത്തെ സ്റ്റെപ്പാണിത്. അതിനുശേഷം ഇനിയും നെക്സ്റ്റ് സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷനൊക്കെ ചെയ്ത് ബാക്കിയുള്ള സ്റ്റെപ്പുകൾ കൂടി കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സിലബസ് ഉടൻ തന്നെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. നിലവിൽ അതായത് സിലബസ് വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളും ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ +1ൻ്റെയും +2ൻ്റെയും ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി എന്നിവയെ അടിസ്ഥാനമാക്കി നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ ബയോളജി എന്നിവയിൽ നിന്ന് 30 മാർക്കിൻ്റെ വീതം ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതുപോലെ തന്നെ ജനറൽ നോളജ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ടോട്ടൽ 100 മാർക്കാണ് ഉണ്ടാവുക. 90 മിനിറ്റാണ് വിദ്യാർത്ഥികൾക്ക് എക്സാമിനേഷനായിട്ട് കിട്ടുക. OMR ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് നിങ്ങൾ എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ബബിളിംഗ് ചെയ്യുന്നതായിരിക്കും. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ നിങ്ങൾ ബബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു നിംഹാൻസിൻ്റെ എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ OMR ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. പക്ഷേ ബബിൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആൻസർ തന്നെ ചൂസ് ചെയ്യണം. തെറ്റുത്തരത്തിന് 0.25 മാർക്ക് മൈനസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിലവിൽ പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ അത് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.